ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയേ. വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നേ. അച്ചാച്ചനൊന്ന് കൂടെ പോവായിരുന്നില്ലേ? എന്റെ ലില്ലിപ്പെണ്ണെ ഞാൻ പറഞ്ഞ ഞാനിവിടെ വരാമെന്ന്. അപ്പൊ വേണ്ട, നീ വീട്ടിൽ മതി, ഞങ്ങള് പോയിട്ട് ദാ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാ. ഇതിപ്പോ എത്ര നേരമായി, ഏത് ആശുപത്രിയാന്ന് അറിയത്തില്ല, അഡ്മിറ്റ് ആക്കി ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ അറിഞ്ഞത് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് അതുവഴി അങ്ങ് പോയേനെ. ഈ ഫോൺ എന്താണ് എടുക്കാത്തത്? അല്ലെങ്കിൽ 24 മണിക്കൂർ ഫോണുമായിട്ട് നടക്കുന്നതാണോ? ആരോട് പറയാനാ? എന്തിനു കൊണ്ട് നടക്കണാണോ? രാവിലെ മുത്ത് ഛർദിച്ച്, അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി. അപ്പൊ ഞാൻ തങ്കഞ്ചേട്ടത്തിട്ട് പറഞ്ഞു, കൊച്ചു നന്നായിട്ട് ഛർദിക്കുന്ന, കണ്ണൊക്കെ കുഴിഞ്ഞാന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞേടാ അത് എന്തോ ദഹിക്കാതെ കിടക്കുമെന്ന് പറഞ്ഞ് അവിടുത്തെ പാരസെറ്റമോൾ എടുത്ത് കൊടുക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് അവശതയായത്. പക്ഷെ എന്തൊരു പാടായിപ്പോയി. ആ ടൂ 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 എന്നുള്ള സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇതേ വരുന്നുണ്ട്. എന്റെ ലില്ലി എന്താണ് ചേച്ചി ഫോൺ എന്തിനാ കൊണ്ടു നടക്കണത്? ഒച്ചേ ഫോൺ അവിടെ ചെന്നപ്പോഴാ ഫോൺ എടുത്തില്ലാന്ന് ഓർത്തത്. സൈലന്റ് ആക്കി വെച്ചിരിക്കണോ? എത്ര പ്രാവശ്യം വിളിച്ച്? എങ്ങനെ ഉണ്ടടാ? കുഴപ്പമില്ല, വയറൊരു എന്തോ ഒരുമാതിരി ഒരു കുന്ന് വരുന്നുണ്ട്. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞ്. ഇവക്കൊക്കെ എന്തെങ്കിലും വന്നാ പിന്നെ പരവേശ. എന്തോ പറഞ്ഞെന്താണ്? വൈറൽ ഫീവർ ആണ്, കുറയൂന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഛർദിച്ചേ. അങ്ങ് തളർന്നു പോയി. അവിടെ ചെന്ന് മറ്റേ സാധനം ഇതിട്ട് അപ്പോഴാ ശരിയായത്. അല്ലതിപ്പോ ഛർദിലെന്തിന്റെന്ന് പറഞ്ഞു? അതിപ്പോ എല്ലായിടത്തും ഉണ്ടെന്ന് വൈറൽ ഫീവർ. അത് കുഴപ്പമുള്ളതല്ല. പക്ഷെ ഡോക്ടർ വേറെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ച്. ആദ്യം പറഞ്ഞ അമീബ രോഗമാണോ എന്ന് സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് അങ്ങനെ. നമ്മുടെ കിണറ്റീന്നാ നമ്മൾ വെള്ളം കുടിക്കണേന്നൊക്കെ പറഞ്ഞപ്പോഴേ അതിന്റെ സിംറ്റംസ് ഇങ്ങനെയൊക്കെയാണെന്ന് ആദ്യം. പക്ഷെ നമുക്കതല്ല, അവക്കതല്ലാന്ന് പറഞ്ഞു. പേടിച്ചു പോയി ഞാൻ. നമ്മുടെ കിണറൊക്കെ വൃത്തിയാക്കേണ്ട സമയമായി. അത് പറഞ്ഞു, കിണർ ശരിയാക്കണോന്ന് പറഞ്ഞു ഡോക്ടർ. കിണറിൽ നിന്നൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കണോന്ന്. വൃത്തിയാക്കാം. മക്കളൊക്കെ പോയി റെസ്റ്റ് എടുക്കും. ചെല്ല്. മരുന്നുണ്ട്, മരുന്നൊക്കെ ഒന്ന് കഴിച്ചാൽ മതി. മരുന്ന് മേടിക്കണ വരെ ഉള്ളു. അല്ല ഇപ്പൊ ട്രിപ്പ് ഇട്ടപ്പോഴും ഓക്കെ ആയി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, മരുന്ന് കഴിക്കണം. എന്തോരം മരുന്നാന്ന് പറഞ്ഞാൽ മേടിക്കണത്. അവൾക്ക് 2 ദിവസം കഴിക്കും, പിന്നെ അവള് കഴിക്കൂല. അതൊരു കോഴ്സാണ്, അത് മൊത്തം കഴിക്കണം മുത്തേ. ചെല്ലിപ്പോ. മരുന്ന് കഴിക്കാത്തൊരു മോക്ക് കൊണ്ടടി, ഫോൺ എടുക്കാത്ത അമ്മയ്ക്ക് കൊണ്ടടി. ഇട്ടോണ്ട് വരണ പൊടിയരി ഇരിപ്പുണ്ടാ? ഉണ്ട്. എന്നാ ഞാൻ വരാം, ഉടുപ്പ് മാറിയിട്ട് ഇച്ചിരി പൊടിയരി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ. അമീബ രോഗം ഇവിടൊക്കെ വരുമോ? എല്ലായിടത്തും വരും. കിണറൊന്നും വൃത്തിയാക്കിയില്ലെങ്കിൽ എല്ലായിടത്തും വരും. വെറുതെ ഇരിക്കണ സമയത്ത് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെ അച്ഛനെ. എനിക്കില്ലല്ലോ. വരും. ആ വെള്ളം കുടിച്ചാൽ ഞാൻ ആർക്ക് വേണമെങ്കിലും വരും. ഞാൻ മിനറൽ വാട്ടർ കുടിച്ചോളാം. മിനറൽ വാട്ടർ എടുത്ത് കുടിക്കണ ഒരാള്. അമീബേ മുട്ട കഞ്ഞിക്കകത്തിട്ട് പങ്കായെന്ന് എഴുതാതെ കഞ്ഞി അങ്ങോട്ട് കുടിച്ച അതിന് സ്പൂൺ എന്തിനാ എടുത്താണ്ട് ഇങ്ങനെ ഒരു കുലുക്കുലിക്ക് പയറുവിട്ട് ഒറ്റ കുടിയും കൂടി. എനിക്ക് അങ്ങോട്ട് തോന്നണില്ല ഒന്നും കഴിക്കാൻ. തോന്നുന്നില്ലേ? എൻ്റെ കൊച്ചെ, ഇത് കഴിച്ചില്ലെന്നുണ്ടെങ്കിലേ ഈ മരുന്ന് കഴിക്കേണ്ടതാണ്. ഭയങ്കര ക്ഷീണം വരും. ഈ പൊടിയരിക്കഞ്ഞിക്കകത്ത് പയറിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ബിരിയാണി ഒരുമിച്ച് വരുന്നതിൻ്റെ ഗുണമുണ്ട് അതിനകത്ത്. വിറ്റാമിൻ എ മുതൽ Z വരെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിക്കായിരുന്നു. ചൂടോടെ കഴിയൊക്കെ കഞ്ഞി വേണ്ടാണ്. അല്ല അമ്മ വേണ്ട, നല്ലൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു നീ കഴിച്ചിട്ട് മരുന്ന് കഴിക്കാൻ. എന്നാലും ഈ അമീബയൊക്കെ ഒപ്പിക്കുന്ന ഓരോ പണികളെ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ കൊല്ലം പരീക്ഷയ്ക്ക് അമീബയെ കുറിച്ചൊരു ചോദ്യമുണ്ട്. അമീബ ഇര പിടിക്കുന്നത് എങ്ങനെ? ചിലരാണ് ഇങ്ങനെ എഴുതി വെക്കും, രാത്രിയുടെ 3-ാം യാമത്തിൽ അമീബ ഇങ്ങനെ പമ്മി നിൽക്കുകയും റോഡിലൂടെ വരുന്ന ഇരയുടെ മേൽ ചാടി വീഴുമെന്നൊക്കെ. ഞങ്ങൾ പഠിക്കുമ്പോഴും ഉണ്ട്. ഞങ്ങൾ എല്ലാ കൊല്ലം ഉണ്ട്. ഇപ്പോഴാണ് അമീബ ഇത്രയും കുരുത്തക്കിടപ്പിച്ചെന്ന് വെച്ചാൽ. എനിക്കാണെങ്കിൽ ഈ അമീബയുടെ പടം വരയ്ക്കാൻ അറിയാം. നമ്മുടെ ഈ ചെരുപ്പിന്റെ കൂട്ടൊരു സാധനം. അത് ചെരുപ്പില്ലേ? ചെരുപ്പ് തിരിച്ചിടുന്ന പോലെ. അമീബേനെ എങ്ങനെ വരച്ചാലും അമീബയാകും. അമീബയ്ക്ക് രൂപം ഇല്ലാന്നാ പഠിപ്പിച്ചത്. ചെരുപ്പിന്റെ കൂട്ടൊരു സാധനം. അതിനകത്ത് ഞാൻ കണ്ണും മൂക്കും മീശയൊക്കെ വരച്ചു വെച്ചു. ഒരു പ്രാവശ്യം എനിക്ക് 2 മാർക്കും കിട്ടി. സാറ് 2 അടിയും തന്നു. പൊടിയങ്ങോട്ട് ഈ അമീബ കേറി തലച്ചോറി കേറിയിരുന്ന് തലച്ചോറ് തിന്നാണ്. തലച്ചോറ് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ലല്ലോ. കഞ്ഞി കുടിക്കുന്നതിന്റെ ഗുണമുണ്ട് കേട്ടോ. നല്ല വളിച്ച സാധനം അടിക്കുന്നുണ്ട്. ഇതിലൂടെ അങ്ങോട്ട് ഇളക്കി കഴിക്കുക. അല്ലെ എന്റെ ഒരു ഇച്ചിരി പയർ ഇതിനകത്തോട്ട് ഇട്ട് കഴിച്ചാൽ നിനക്ക് എന്ത് വരാനാ? എന്തെങ്കിലും വയറ്റി ചെല്ലട്ടെ. കഴിച്ചേ. ഈ പെണ്ണൊന്നും കഴിക്കണില്ല കേട്ടാ. ഡാഡി കഴിക്കപ്പോ തോന്നില്ല. കുറച്ച് കഴിയുമ്പോ വിശന്നിട്ട് കഴിച്ചിട്ട് പറഞ്ഞേ പറ്റൂല. ആഹാരം വയറ്റിലോട്ട് ചെല്ലണം.
എന്നാലേ ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടാവും. ഒന്നും കഴിക്കാതെ ഇങ്ങനെ ആവണത്. അതെ അതെ കേട്ടാ നോക്കുമായിരുന്നു എന്നെ കണ്ടുപിടിക്കേ. കഴിക്കും. വേണ്ട, നീ കഴിക്കേ. ഡോക്ടർ എന്ത് പറഞ്ഞടി? ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞേ ആ മറ്റേ കിണറ് ശരിയാക്കണമെന്ന് പറഞ്ഞു. കിണറിന്റെ കുഴപ്പമായിരിക്കും. കിണറിന്റെ കുഴപ്പമോ? അതെന്താ കിണറിലെന്തോന്ന്? മറ്റേ ഇപ്പൊ ഒരു രോഗമില്ലേ, മറ്റെന്തോ അമീബയുടെ വന്നത്. അതല്ല, ഇതൊക്കെ ഒന്നുമല്ല. പക്ഷെ കിണറടച്ചിട്ട് കുറെ നാളായിട്ടുണ്ടെങ്കിൽ അതടച്ച് എന്താ വാക്സിനേഷൻ ചെയ്യണോന്ന് പറഞ്ഞു കിണറിന്. ക്ലോറിനേഷൻ. എന്നാ അത് ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡർ അത് ഇടണം കിണറ്റിലോട്ട്. അതാണ് കാര്യം. ഡോക്ടർമാരങ്ങനെ പല സംശയവും പറയും. വേറെ വല്ല ചെക്ക പോലെ നടത്തിയാ പൈസ? അതൊക്കെ ചെയ്തു. വേറെ അവക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ വൈറൽ ഫീവർ ആണ്. ആ അതങ്ങനെ തന്നെ, അവര് പരമാവധി നോക്കും. പക്ഷെ അതൊന്ന് ചെയ്യണമല്ലോ. ഇപ്പൊ ധൃതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവക്ക് നമ്മള് 10-30 കൊല്ലം 40 കൊല്ലമായിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കുന്ന കിണറല്ലേ, അതിനെന്ത് ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ഇപ്പൊ എല്ലാ കിണറ്റിലും വന്നിട്ടുണ്ട് ഈ അമീബ. അത് ഭരണ കിണറ്റിൽ, നമ്മളെ ഈ കിണറ്റിലൊന്നും ഇതൊക്കെ നല്ല കണ്ണീര് പോലത്തെ വെള്ളം, നല്ല മിനറൽ. അല്ലല്ല, ഇപ്പൊ കൊറേ നാളായിട്ടോ കിണറടച്ചിട്ട് ആ വെള്ളത്തിനൊരു ഇതുണ്ട്. ചെയ്യണോ? ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇറങ്ങി ചെയ്യടേ. ആര്? ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് ഇട് അതിലോട്ട്. ഞാന് എന്ത് നിനക്കെന്ത്? ഞാൻ ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടോണം കിണർ ഇടിയോ? നിങ്ങൾ എന്നെ അതിനകത്തിട്ട് മൂടാനുള്ള പരിപാടി ഇല്ലേ? എന്റെ വീട്ടിൽ തിട്ട താങ്ങൂല. എന്തെങ്കിലും ന്യായം കണ്ടുപിടിച്ചോ. ഒന്ന് മടി, അല്ലാതെ മടിയല്ല കേട്ടാ. പച്ചമ്പി താഴേന്നുള്ള കോലെല്ലാം വെട്ടി വൃത്തിയാക്കണം. ആ വെള്ളം കോരണം. വെള്ളം കോരിയിട്ട് വേണം അതൊക്കെ ചെയ്യണം. കിണറൊന്ന് വൃത്തിയാക്കി ആ ബ്ലീച്ചിങ് പൗഡർ കൊണ്ടുവന്നൊന്ന് ഇടുക അതിനകത്ത്. ഇടേ ചെയ്യാം, നീ സമയം എന്താ? അതിപ്പോ തിരക്ക് കൂട്ടണ്ട. ഇച്ചിരി ബ്ലീച്ചിങ് പൗഡർ അതിലോട്ട് ഇടണ കാര്യമല്ലേ? ഞാൻ നോക്കട്ടെ, നമ്മളെ പിള്ളേരെ പാർട്ടിക്കാരെല്ലാവരും വിളിച്ചിട്ട് ഒരു ദിവസം. എന്തിനു നീ പാർട്ടിക്കാരെല്ലാരും ജാഥ പോലെ ഇവിടെ പിക്കറ്റിങ് നടത്തണോ? എന്നാ പിന്നെ പോലീസുകാരുടെ അടുത്ത് പറ. ആ ഇതില് നല്ലത് അവനവിടെ സ്ഥലത്തില്ലാത്തോണ്ടാ. ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് മല മറിച്ചാൽ ചുമ്മാ ഇരിതാണ്ട് എന്തായാലും പറയാം. അതൊക്കെ ചെയ്യാം, അതിന് സമയമുണ്ട്. ചെയ്യൂലെന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാം പിന്നത്തെ നാളെ ബ്ലീച്ചിങ് പൗഡർ കൂടെ ഉണ്ടോ? ഇല്ല, അതാ പറഞ്ഞല്ലോ. അത് വാങ്ങിക്കണം, വാങ്ങിച്ചോണ്ട് വരണം. ആങ്ങളെ വരുമ്പോൾ വാങ്ങിച്ചോണ്ട് വരാൻ പറ. അല്ലെങ്കിൽ ഇതായിരിക്കണം അവൻ്റെ അടുത്ത് പറ, വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ 100 ഓട്ടമായിട്ട് നടക്കണല്ലേ. ഫുള്ള് കഴിക്കണം. കഴിച്ചിട്ട് ഇത് പൊതച്ച് കിടക്ക്. എന്ന് പിന്നെ കിടക്കാൻ പറഞ്ഞാൽ പിന്നെ ഫുൾ കിടക്കണ്ട. ഇടയ്ക്കൊക്കെ ഇറങ്ങി നടക്കേ കൂടെ ഒക്കെ ചെയ്യണം. കുറഞ്ഞിപ്പോ ഇവളെന്തീ പടം വരച്ചോണ്ടിരിക്കുന്നത് മുത്തേ? കഞ്ഞി വേണ്ട, ചപ്പാത്തി കൊടുങ്കി. ചപ്പാത്തി. ഓ, ദഹനക്കേടായിട്ടാണ് നമ്മള് ഛർദിച്ചത്. ഇനി ചപ്പാത്തി തേച്ച് കിട്ടാൻ എന്താ പറയാ, ആ പൊടിയരിക്കഞ്ഞിയല്ലേ. കുടിയങ്ങോട്ട് കഞ്ഞി ഉണ്ടോ? നീ അത് കഴിക്ക്. വേറെ ഇരിപ്പുണ്ടാ? ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി എടുത്തു പോയി. വിശന്ന് ഇടപാട് നിൽക്കുക മനുഷ്യൻ. കഞ്ഞി തരാം, എല്ലാവർക്കും തരാം. ഒരു കലം കഞ്ഞി തിളപ്പിച്ചിട്ടുണ്ട്. കുടി. ഹലോ. ഹലോ, എന്താ എന്തോന്ന്? ആള് വന്നാ കിണർ ക്ലീൻ ചെയ്യാനായിട്ട്? കിണറേ വൃത്തിയാക്കാൻ ആള് വന്നോ? ആള് വരാൻ ആളെ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ടില്ലല്ലോ. അതിനെ വിളിക്കണം ആളിനെ. ഇവിടെ ആള് വന്നാന്ന് ചോദിക്കാൻ ആളെ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ടില്ലല്ലോ. ആളിനി വരണം. നീ വിളിച്ചായിരുന്നോ? അത് ഞാൻ വരണോ? വിളിക്കണോ? എടാ ഞാനേ ആരോഗ്യ പ്രവർത്തകനല്ല, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ അവരെ കണ്ട് പറഞ്ഞ് അവരെ ഞാൻ ഏർപ്പാടാക്കിക്കോളാം. ഈ പൊതുപ്രവർത്തകനെ പൊതുകാര്യം പറയാനല്ല പറഞ്ഞത്, വീട്ടിലെ കാര്യത്തിനാണ് പറഞ്ഞത്. എടാ നീ അവിടെ ഇവിടെയും പോയിരുന്നിട്ട് നീ ഇങ്ങനെ ആജ്ഞാപിച്ച എനിക്ക് വേറെ 100 കാര്യങ്ങളുണ്ട്. ഒരു ആവശ്യം പറയുമ്പോൾ അത് ചെയ്തുകൂടെ? വീട് നീ അറിഞ്ഞോ ചെയ്യുന്നില്ല, പിന്നെ പറഞ്ഞെങ്കിലും ചെയ്യിക്കാന്ന് വിചാരിച്ചു. എടേ എനിക്കറിയാം അത് ചെയ്യാം, ഞാനത് ചെയ്തോളാം. ചെയ്യും. പിന്നെ അങ്ങോട്ട് ഇനി എല്ലാവർക്കും കൂടെ അസുഖം വന്നിട്ട് ഇറങ്ങൂടാ നീ. നിന്റെ പറച്ചിലായിട്ട് തോന്നുമ്പോൾ ലോകത്തുള്ള അമീബ മുഴുവനും നമ്മളെ കിണറ്റിലാണെന്ന്. അമീബ കിണറ്റില്ല, തലയ്ക്കകത്താണ്. നീ വലിയ വർത്താനം പറയാതെ നീ ഇവിടെ വന്ന് ചെയ്യ്. നിനക്ക് ഡ്യൂട്ടി എന്ന് പറയാം, നീ അവിടെ ഇവിടെ പോയി നിന്നാൽ മതിയല്ല. ഡ്യൂട്ടി എന്ന് പറഞ്ഞല്ലേ, ഡ്യൂട്ടിക്കാണ് പോണേ. ഞാൻ നിന്നെ പോലെ കള്ളം പറഞ്ഞു പോണ ആളല്ലേ. നീ എവിടെ വായി നോക്കാൻ പോയി നിൽക്കണം. നിന്നെ കൊണ്ട് പറ്റില്ല പറഞ്ഞാൽ അങ്ങ് വരാം. എന്നാ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ പോലീസുകാരും കൂടെ ഇവിടെ വന്ന് കിണർ വൃത്തിയാക്കണേ. പോലീസുകാർക്കല്ല പണി. അല്ല, പോലീസുകാർ ഒന്നും അറിയണ്ട. അങ്ങ് ടൂർ അടിച്ച് കടന്നാൽ മതി. നീ വലിയ പറ്റുമല്ലേ? എടാ ഞാനും എൻ്റെ പാർട്ടിക്കാർ പിള്ളേരും കൂടെ അത് വൃത്തിയാക്കിക്കോളാം. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നീ കിടന്ന് ബേളം വയ്ക്കണ്ട കേട്ടാ. വെച്ചാരാ ചുമ്മാ അങ്ങ് ഭരിക്കുകയാണ്.
സ്റ്റേഷൻ ഭരിച്ചാൽ പോരാ, പിന്നെ വീടും വീട്ടുകാരെയോ നാട്ടുകാരെയോ നമ്മളെയൊക്കെ ഭരിക്കാൻ വരും. ഒന്നും മയങ്ങി വന്നതാണ്, സമ്മതിക്കൂല. ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക, അതാണ് നല്ലത്. 100 തിരക്കിനിടയിൽ ഒരു ശകലം ഒന്ന് മയങ്ങി ഒന്ന് മനസ്സമാനം കിട്ടുമ്പോൾ പറയുമ്പോൾ സമ്മതിക്കൂല. ലില്ലി, ആ ഇതെവിടെ പോയി? ഞാൻ കടയിൽ പോയി. ആണോ? തങ്കത്തിന്റെ അവിടെ ആരും ഇല്ലേ? കഥ അവിടെ വെച്ചേക്കണു. ഇല്ലെന്ന് അവളെ കൊണ്ട് ആശുപത്രി പോയി, മുത്തിനെ കൊണ്ട്. അവൾക്ക് ഭയങ്കര ഛർദില്, കുറഞ്ഞെന്നാലും ഒന്നുകൂടെ കാണിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. ലില്ലി അപ്പൊ ആശുപത്രി പോണോ? ഇല്ല ചേച്ചി, എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോവുക. സാധനം മേടിക്കാൻ. പച്ചക്കറി കഴിക്കാൻ പോട്ടേനെ. ഹെൽത്തിൽ നിന്നാണ് കിണർ ക്ലോറിൻ ചെയ്യാൻ വന്നത്. അത് ചെയ്യാനിരിക്കുമായിരുന്നു ഞങ്ങള്. അതാ കിണർ. ഒരു ബക്കറ്റ് കിട്ടുമോ? ആ പിന്നെ ചെയ്യോ നിങ്ങള്? ആ ഇപ്പം ചെയ്യും. അതെ ആക്കണം, കാണിച്ചു തരാം. ഇങ്ങോട്ട് ഇറക്കണം ചേട്ടാ. അങ്ങോട്ട് ഇറക്കാൻ പറ്റൂല, റോഡ് മോശം. ഇന്നാൾ തന്നെ വണ്ടി കൊണ്ട് ഇറങ്ങി, വണ്ടിക്ക് പണിയായതാണ്. എന്റെ ചേട്ടാ, അതാ മുറ്റത്തോട്ട് ഇറക്കാനായിട്ട് എന്ത് റോഡ് മോശം എന്നാ പറയണേ. ഇത് നിങ്ങളിങ്ങനെ പറയും, നമ്മളുണ്ട് പൈസ തന്നിട്ടല്ലേ? അവസാനം പണി വരുമ്പോ നമ്മൾ ഓ ഇവിടെ നിന്ന് സുഖമില്ലാതെ ആശുപത്രി പോയതാ. കുറച്ചൂരു പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ. ബാക്കിതാ. വാ. അമ്മ, മറ്റേ ഇത് മേടിക്കണ്ടേ? ബ്ലീച്ചിങ് പൗഡർ മേടിക്കണ്ടേ? അയ്യോ, മറന്നുപോയില്ല. നിനക്ക് ഇച്ചിരി നേരത്തെ ഓർമ്മിപ്പിക്കാൻ പാടില്ല. അല്ലെന്ന് ഇനി ഫോണിലെല്ലാം നോക്കി മേടിക്കാൻ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ. കാര്യം ഇനിയിപ്പോ മാമൻ വിളിച്ചു തുടങ്ങും. വിളിച്ചാ പോരെ? 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയിലാ നടക്കണേ. കഷ്ടമായി പോയി. ഇനിയിപ്പോ മേടിക്കാമല്ലോ. ഇനിയിപ്പോ വൈകുന്നേരം കടയിൽ അങ്ങനെ ചെന്ന് മേടിക്കാം. കലക്കി കുറച്ച് കിണറ്റിലോട്ടൊക്കെ ഒഴിച്ചാ പോരെ? അങ്ങനെ വെറുതെ കലക്കി ഒളിച്ചാന്ന് പറയാം. അതിന് അളവുണ്ട്, വെള്ളത്തിന്റെ അളവ് നോക്കണം, അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. എന്നാ പിന്നെ എങ്ങാനും ചെയ്യാം. ഇപ്പൊ ചെയ്യാം, യൂട്യൂബ് നോക്കി ചെയ്യാം. അയ്യോ, നിന്റെ നേരത്തെ കഴിഞ്ഞാ. വർക്ക്ഷോപ്പിൽ പണിയൊന്നും ഇല്ലായിരുന്നു, ഞാൻ അവിടെ ഇരിക്കണ്ടെന്ന് നേരെ ഇവിടെ വന്നു. ബെസ്റ്റ് താക്കോൽ എൻ്റെ കയ്യിലായിരുന്നു. അതെനിക്ക് മനസ്സിലായി, ഞാൻ അവിടെ എല്ലാം നോക്കി. ഓടിനകത്തോട്ട് ഊർന്നിറങ്ങാൻ പറ്റുവാ ഞാൻ അകത്ത് കിടന്നേനെ. കുഴപ്പമൊന്നുമില്ല. ആണല്ലേ? ഇപ്പൊ മാറി അറിയില്ലേ? ഇതന്നെ അരിപ്പൊടിയോ? പുട്ടുപൊടി. എന്തിനാ പുട്ടുപൊടി അടിച്ചത്? വീട്ടിലിരിക്കുന്ന ഇത് വെള്ളത്തിൽ കലക്കാനുള്ള ബ്ലീച്ചിങ് പൗഡർ വേണ്ടുമ്പോളേ. ഇപ്പൊ ഞങ്ങള് പറഞ്ഞോളൂ, അയ്യോ അത് മേടിക്കാൻ മറന്നുപോയല്ലോ എന്ന്. കണ്ടോ, ഇപ്പൊ മേടിക്കാഞ്ഞത് കാര്യമായി. ഇത് കലക്കാൻ ഒരു പാത്രവും കട്ട് ചെയ്യാൻ കവർ കട്ട് ചെയ്യാൻ ഒരു കത്രിക എടുത്തുണ്ടോ. വായിലോട്ടൊന്നും വെക്കല്ലേ. നല്ല മൈൻഡിന്റെ മണം ഭയങ്കര. നിക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. പ്രശ്നം മൂന്നൂടെ ഇത്രയും വേണമല്ലോ. മൂന്നൂടെ നമുക്ക് കലക്കി ഒരു പാത്രത്തിനകത്ത് ഒഴിച്ചിട്ട് നേരെ കെറ്റിലോട്ട് അങ്ങ് ഒഴിക്കാം. അങ്ങനെ ചുമ്മാ ഒഴിക്കാനൊന്നും പറ്റൂല. അളവ് നോക്കണം, അതിന്റെ വെള്ളത്തിന്റെ ഇതിന്റെ ഒരളവും ഇല്ല. ഞങ്ങളൊക്കെ ആണെന്നെങ്കിൽ സാധാരണ തൊട്ടിക്കകത്തോട്ട് കലക്കിയിട്ട് തൊട്ടി ഇറക്കി ഇടിച്ച് കലക്കി കുത്തു, അല്ലെങ്കിൽ മേളിൽ നിന്ന് കിട്ടും. അത് അറിയാത്തോണ്ടോ? നമുക്ക് ഫോണുണ്ടോ? യൂട്യൂബിൽ നോക്കാം. യൂട്യൂബിനകത്തുണ്ടോ ഇതൊക്കെ? യൂട്യൂബ് ഇല്ലാത്ത സാധനം ഉണ്ടോ? ഇതെങ്ങനെയാന്ന് കിട്ടും. ഇതിന് അളവൊക്കെ ഉണ്ട്. സ്ക്രീനിലോക്ക് മാറ്റട്ടെ. ഓ, എന്താണ് എന്തോ ലോക്ക് ചെയ്യാൻ. മരുന്ന് മറ്റേനി കഴിക്കാനായിട്ട് പ്രയാസമായിരിക്കും അവൾക്ക്. അതാ വന്ന് അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, ഇങ്ങനെ വൈറൽ ഫീവർ ആയതുകൊണ്ട് 2 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൊണ്ടുപോയതാ. അത് ചെയ്യാൻ പോണ്. അത് മേടിച്ച്. പിന്നെ ഇനി ക്ലീറ്റോൻ്റെ പാർട്ടിക്കാരെ നോക്കിയിരുന്ന് എന്ത് ചെയ്യാനാ? അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു പേടിയല്ലേ. ശരി. പറയാം. അതെ വരുന്ന പൗഡർ കലക്കാനുള്ള പാത്രം കൊണ്ടുവരുവാ. അമ്മീബ ഉണ്ട്. വെള്ളത്തിന്റെ കളർ വ്യത്യാസമുള്ള ഒരു വെള്ള കളറൊക്കെ. വെള്ള കളറാണ്ടാണ് ഇതിനെ വെള്ളം എന്ന് പറയുന്നത്.
ചളി അടിക്കല്ലേ ഈ സമയത്ത്? ഇങ്ങനെ ഒരു കുറച്ചൊരു മഞ്ഞ കളർ എന്തോ ആയിരുന്നു, ഇപ്പൊ ഇത്തിരി വെള്ളമായിട്ടിരിക്കുന്നു. ഇതിനകത്ത് ഇപ്പൊ എത്ര നമ്മൾ പൊട്ടിച്ചിടണം അത് പറ. കളറ് മാറിയിരിക്കേ, അതിനിപ്പോ ഈ വെള്ളത്തിന്റെ അളവ് നോക്കണം. മണ്ടത്തരം പറയല്ലേ ഈ കൊച്ചത് എന്ത് ഈ പറയുന്നേ? കത്തി ഈ വെള്ളത്തിന്റെ അളവ് അറിയണമെങ്കിൽ ഇതിനകത്ത് ഇറങ്ങി മുങ്ങി തപ്പണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കോരി ബക്കറ്റിനകത്ത് എടുത്തിട്ട് എത്ര കപ്പം നടക്കണം, അത് നടക്കുന്ന കാര്യമാണ്. അപ്പൊ എല്ലാരും അങ്ങനെ മുങ്ങി തപ്പിയിട്ടാണ് ഓരോ വെള്ളത്തിന്റെ പിടിക്കാതെ എന്തെങ്കിലും ചെയ്യും. ഞാൻ ഈ ഉടുപ്പൊന്ന് മാറിയിട്ടിട്ട് ഈ റൊണാൾഡെങ്കിൽ എന്താ ഈ പറയണേ? ഇതിനൊക്കെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കണ എന്തിനാ? ഞാൻ കിണർ കോരി ഇറക്കാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇതിന് ഇക്വേഷൻ ഉണ്ട്. ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് πr²h. അത് തന്നെ πr². അതിന് നമുക്ക് ഡയമീറ്റർ അറിയണം. ഡയമീറ്റർ എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് അവിടം വരെയുള്ള നീളം. അതൊരു വാവട്ടം. വാവട്ടം. അത് അറിഞ്ഞിട്ട് അതിന്റെ ഹൈറ്റും പൈന്റെ വാല്യൂ 3.14. അപ്പൊ നമുക്ക് അതിന്റെ വോളിയം കിട്ടും. ഈ പയ്യെന്ന് പറയുമ്പോൾ പശുക്കള് പൈക്കളെ മേച്ചും തൊഴുത്തിൽ കിടന്നും അപ്പയ്യാണോ? ആ പൈ അല്ല, കണക്കിലെ പൈ. ഇതൊന്ന് ഓണാക്കി തരൂ. കണക്കിലെ പയ്യോ? മറ്റേ മേളി ഒരു വരെ കുറുക 2 വരെയുള്ള പൈ. അതൊക്കെ ഈ സത്യം പറഞ്ഞ സ്കൂളിൽ പോയി ഇങ്ങനൊരു ഗുണമുണ്ടല്ലേ? അമ്മ ടേപ്പ് എടുത്തോണ്ട് വരണേ. ടേപ്പ് എന്തിന്? അളക്കണ്ടേ ഹൈറ്റും ഇതും ഡയമീറ്ററും. ഈ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇത്രയും ഇത് കഴിഞ്ഞ തീർന്നു, സംഭവം കഴിഞ്ഞല്ലോ. ഇതിപ്പോ ഇടാവല്ലോ. അത് വെയിറ്റ് ഇതെടുത്തോണ്ട് വരട്ടെ ടേപ്പ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞ വീഡിയോ യൂട്യൂബില് അവര് പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്ന സമയം ഇത് മൊത്തം ഇംഗ്ലീഷ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കോസ്റ്റീറ്റ മറ്റേ എന്തൊരു തീറ്റ ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോഴേ വയറ് കയറി വായി തുപ്പല് വരും. ഞങ്ങള് വെളിയിൽ പോയിട്ട് കല്ലുണ്ട പഠിച്ചു കഴിക്കായിരുന്നു. പക്ഷെ അതൊക്കെ ആവശ്യമുണ്ട് പല കാര്യങ്ങൾക്കും. ആണ്. അപ്പൊ ഈ കിണർ കോരി ഇറക്കാൻ പോകുന്നവർ ഇതൊക്കെ പഠിച്ചിട്ടാണ് പോകുന്നത്? അല്ല, അവർക്ക് വേണ്ട, പക്ഷെ അത് പഠിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതിനെ ഇതൊക്കെ പഠിപ്പിക്കണേ, പക്ഷെ ആരും യൂസ് ചെയ്യൂല. ഒരു ക്ലോറിനേഷൻ ഒപ്പിക്കുന്ന ഓരോ പണികളെ. ഇതൊന്ന് കിട്ടിയാൽ ഇതിന്റെ ഇതറിയാൻ പറ്റൂ. ഏതറിയാൻ? ഡയമീറ്ററിന്റെ പാതിയാണ് റേഡിയസ്. അത് കാണിച്ചു തരാൻ. ഡയമീറ്റർ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ ആശുപത്രി റേഡിയേഷൻ അല്ല, റേഡിയസ്. അച്ചമ്പി പരിപാടി ഞങ്ങള് ക്ലോറിനൈസേഷൻ. അത് പൊടി മേടിച്ചോണ്ടോ നീ? അത് കലക്കി നമ്മള് തട്ടും. എടുത്ത് ഇതിലങ്ങ് തട്ടാൻ പോണ? അത് അമീബ ചാവണ്ടേ? അതിനൊരു കണക്കൊക്കെ ഉണ്ട്. കണക്കുണ്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോക്കുന്നുണ്ട്. എങ്ങനെ കണക്കെങ്ങനെ? അത് എന്റെ വോളിയം എടുക്കും πr²h. അതങ്ങനെയല്ലേ? എന്നിട്ട് πr²h. കൊച്ചു പഠിച്ചതാ. കൊച്ചു പഠിച്ചാ. നീ പഠിച്ചപ്പോഴും അതുണ്ട്. നീ പഠിച്ചിട്ടുണ്ടോ? എവിടെ? ഞങ്ങളൊന്നും പഠിക്കുമ്പോ അതൊന്നുമില്ല. ബോർഡ്. അതെ, ഈ പൈ കണക്കൊക്കെ ഇപ്പൊ ഉണ്ടായല്ലേ. പണ്ടത്തെ പഴമക്കാർ പറയണ ഒരു കണക്കുണ്ട്. അതായത് ഒരു തൊടി എന്ന് പറഞ്ഞാൽ ഒരു റിങ്, ഒരു തൊടി 1000 ലിറ്റർ വെള്ളം വരും. അതാണ് അതിന്റെ ഒരു ഏകദേശ കണക്ക്. അതിന് ഒരു 5 ഗ്രാം പൊടി മതി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. 5 ഗ്രാമോ? ഇത് എത്ര തൊടി വെള്ളമുണ്ട്? അങ്ങനെ 5 ഗ്രാം വെച്ച് വിടുന്ന ഒരു ക്രിമിക്കുഞ്ഞു പോലും ചാവത്തില്ല. പിന്നെ അങ്ങനെ അമീബയാവും? അത് ബ്ലീച്ചിങ് പൗഡറാണ്. അത് 5 ഗ്രാം മതി. അത് അതിന്റെ ഓരോ തൊടിക്ക് അനുസരിച്ചിട്ട് ആവശ്യം അത്രയൊക്കെ മതി അത് ഈ സാധനം ചാവാൻ. എനിക്ക് തോന്നുന്നില്ലേ. ഞാൻ വർത്താനം പറഞ്ഞിരിക്കാതെ എന്താന്ന് വെച്ചാ ചെയ്യും. നീ ഒരു കാര്യം ചെയ്യും, നീ കലക്കി നീ വയറ്റിലോട്ട് ഒഴുകി. പിന്നെ നിന്റെ ക്രിമി ചാവട്ടെ ആദ്യം. പക്ഷേ കലക്ക് ഹൈറ്റ് ഇതിലെങ്ങനെ നോക്കും? മറ്റേ സാധനം വേണ്ട. ഹൈറ്റ് ഒന്നും വേണ്ട. ഹൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു തൊടിക്ക് 5 ഗ്രാം മതി. നീ ഇതെന്ത് ചെയ്യാൻ പോവാണ്? കലക്കണ്ടേ? കീഴും കണക്കും അറിഞ്ഞോളാതെ ചുമ്മാ കലക്കരുത്. ഇതെന്തിനാണ്? ഒന്നാമത് 3 പാക്കറ്റ്. ഇത് എന്തിനാണ്? മച്ചമ്പി ഇത് തന്നെ തികയത്തില്ലെന്നാ എന്റെ കണക്ക്. എന്തോരം വെള്ളം കിടപ്പുണ്ടെന്നറിയാം. അതിനകത്ത് അമീബ എല്ലാം ചാവണമെങ്കിൽ കുറഞ്ഞ ഒരു 4 കിലോ എങ്കിലും കലക്കി ഇടിച്ചു. ഒരു 50 ഗ്രാം മതി ഇതിനകത്ത് ഇടാൻ. എന്തു ഈ പറയുന്നേ? തങ്കച്ചേട്ടത്ത് കേട്ടോണം. കൊടങ്ങാള പള്ളിയുടെ പടിഞ്ഞാറ ഭാഗത്തായി 24 തൊടി കിണർ. അതിനകത്ത് പൂച്ച വീണപ്പോൾ ആരാ കോരി ഇറങ്ങി? ഞാനാ ഇറങ്ങിയത്. അവസാനം അവിടെ 3 കിലോ 4 കിലോയുടെ മെഗാ പാക്കറ്റ് കൊണ്ടുവന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ തട്ടി ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ കയറിയത്. അറിയാം. പിന്നെ അതിന് ശേഷം ഉണ്ടായ എന്താണ്? അതിന് വെള്ളം 1 മാസം പിന്നെ മറ്റേ വാട്ടർ ടാങ്കിൽ വെള്ളം അടിക്കണം. ആ വെള്ളം എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ആൾക്കാർ ദേഹത്തല്ല ഇതാണ്. അത് അങ്ങനെ കുഴപ്പം കണ്ടല്ല. ബ്ലീച്ചിങ് ഇട്ട 1 ദിവസത്തേക്ക് വെള്ളം എടുക്കരുത് പറഞ്ഞു. അവിടെ വാടകയ്ക്ക് ആവുന്ന കത്രികൾ ചേർത്ത് വെള്ളം കോരി കുടിച്ച് അവർക്ക് വയറിളകി. ഉടനെ അതങ്ങ് ഭക്ഷ്യവിഷബാധ ഏതാണ്ടൊക്കെ പറഞ്ഞ് വലിയ കേസ്. ചുമ്മാ നീ ആവശ്യമില്ലാതെ ഇത് അറിഞ്ഞൂടാതെ ഇത് ചെയ്യല്ലേ. ഇതിപ്പോ ഒന്നാമത്തെ കാര്യം. ഞാനില്ല. പോകാം.
ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എന്താന്നാവോ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞടാ ഞാൻ അറിയാൻ പാടില്ലാത്ത പണി ചെയ്യരുത്. അത് ഞാൻ ചെയ്യാൻ കൈതട്ടി അത് കനകം കൊല്ലും, നോക്കിക്കോ. അളവിട്ട് ചെയ്താ പോരായിരുന്നോ? അമ്മീബെ കൊല്ലാൻ വേണ്ടി ചത്തു ഞാൻ. അവൻ ഭക്ഷണം വായി പിടിക്കുമ്പോഴാണ് കെട്ടിലെത്തി എടുത്തിരുന്നത്. ഞാൻ നിരപരാധി, ഞാൻ വേറെ കിണർ കുത്തിത്തരാം. പറ്റൂലെങ്കിൽ ചെയ്യരുത്. ഇതെന്തി പുക? ഇതുപോലെ തന്നെ എല്ലാം ചെയ്യണം. തുറന്ന എല്ലാം ഇത് തന്നെ, വണ്ടി പണിഞ്ഞാലും ഇത് തന്നെ, എന്ത് ചെയ്താലും ഇത് തന്നെ. ഈ പുക വരുന്ന ആവശ്യത്തിൽ കൂടുതൽ സാധനം ചെന്ന് അതിനകത്ത് വീണ പുക വരൂലേ? കിണറ്റി കിടന്ന മീനും തവളൊക്കെ പുക, അതിന്റെ പുക എന്നെ കൂടെ പിടിച്ച് ഇതിനകത്തോട്ട് പുക ചുമ്മാ ഇനി ഒന്ന് തലയിൽ എന്തെങ്കിലും വേണോടാ. ചെയ്യാൻ വന്നവരോട് മോളെ ഇവൻ കുളമാക്കി. ഇത് കിണറില്ലേ? നമ്മളെ കിണറവൻ കുളമാക്കി. എന്താന്ന് അപ്പൊ അവന്റെ മറ്റേ ക്ലോറിനേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഈ ബ്ലീച്ചിങ് പൗഡർ എല്ലാം കൂടെ കലക്കി അതിനകത്ത് കിട്ടും. കൈ തട്ടി വീണു. അതെന്തിനാ ചെയ്തത്? രാവിലെ ഹെൽത്തുകാർ വന്നെല്ലാം ചെയ്തതാണ്. ക്ലോറിനേഷനോ? ആ, ഞാൻ ഡാൻസ് ക്ലാസ്സിലോട്ട് പോകാൻ നേരത്തെ അവര് വന്ന്, എന്നിട്ട് അവര് ചെയ്തതാ. അപ്പൊ അതാണ് വെള്ള കളർ ഇരുന്നത്. ഞാൻ റൊണാൾഡോ അമീബ ഉള്ളതാണെന്ന്. എന്റെ ദൈവം, ഇനിയിപ്പോ എന്ത് ചെയ്യും? വെള്ളത്തിനൊന്നുമില്ല. സുലുവിന്റെ വീട്ടിൽ പോയി വെള്ളം കോരിക്കൊണ്ട് വരണം ആവശ്യത്തിനുള്ളത്. എല്ലാവരോടും നാഞ്ഞു പിടിച്ചാൽ തീരാന്ന കേസേ ഉള്ളൂ. എല്ലാരും അല്ലടാ, നീ ഒറ്റയ്ക്ക് പോയി ഇവിടെ ആവശ്യത്തിനുള്ള വെള്ളം കോരിക്കൊണ്ട് വന്നോളണം. നീ തന്നെ Audience.